Welcome to Bake Shop Creations. അപ്പം കഴിഞ്ഞ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലമായിട്ട് ഒരുപാട് ദൂരത്തിലായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാരണവശാൽ നമുക്ക് വീഡിയോ മേക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ നടക്കുന്ന വഴി ഫുള്ള് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തെ ലാസ്റ്റ് ദിവസമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യണം. നമ്മൾ മൂവ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് എന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേന് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്ന ഐസ്ക്രീം. അപ്പം നമുക്ക് ഐസ്ക്രീമിൽ തന്നെ പല തരത്തിലുള്ള ഐസ്ക്രീംസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജലാറ്റോ ഉണ്ട്, അതുപോലെ തന്നെ എഗ് ബേസ്ഡ് ഐസ്ക്രീമുണ്ട്, അതുപോലെ തന്നെ ക്രീം ബേസ്ഡ് ഐസ്ക്രീമുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് വീട്ടിൽ. കാരണം മഞ്ഞ് ഫുള്ളായിട്ട് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ വീട്ടിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നത് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഈ പുറകെ ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് ഫുള്ള് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷേ ഞാൻ പറഞ്ഞാൽ നമ്മൾ യാത്രയാണ്. അപ്പോൾ ആ യാത്രയിടയ്ക്കുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം നമ്മളിന്ന് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് ഐസ്ക്രീം ഒറ്റ ബേസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന വാനില, അതുപോലെ തന്നെ ഒറിയോ ചോക്ലേറ്റ്, അതുപോലെ തന്നെ സ്ട്രോബെറി. ഒറ്റ ബേസ് കൊണ്ട് നമുക്ക് 3 ഡിഫറെൻറ്റ് ഐസ്ക്രീമാണ്. 3 അധികം ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ 3 എണ്ണം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. എനിക്കറിയാം ഈ ഇൻട്രോ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്, പക്ഷേ എന്നാലും here is a recipe. Let's go to the bake shop. അപ്പോൾ നമ്മളിന്ന് സ്ട്രോബെറി ഐസ്ക്രീമിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 6 സ്ട്രോബെറി ആട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ 3 കപ്പ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അത് 3 കപ്പ് ക്രീം നമ്മൾ 3 ഡിവൈഡ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് സ്ട്രോബെറി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒറിയോ നമ്മൾ 3 ഐസ്ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒറിയോയും കൂടെ നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. 6 ഒറിയോ ആണ് എടുത്തിരിക്കുന്നത്. ഒറിയോ ചോക്ലേറ്റ് ആണ് കേട്ടോ. അത് നന്നായിട്ട് പൊടി പോലെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. വാനിലേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്താൽ മതി. അതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തേക്കാം. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ 3 കപ്പ് ക്രീമാണ് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പം ഡെറി ക്രീം ആണല്ലോ നോൺ ഡെറി ക്രീം ആണല്ലോ ഒരു കുഴപ്പമില്ല. നോൺ ഡെറി ക്രീമാണ് ഇച്ചിരി മധുരം കൂടുന്നുള്ളൂ കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നാണല്ലോ എല്ലാവർക്കും കൂടെ ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറയുക കേട്ടോ. അതിപ്പോൾ പറഞ്ഞില്ലെന്ന് പറയരുത്, ഇപ്പോൾ ഇടയ്ക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വിപ്പ് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബാറ്ററിൻ്റെ ബേസ് റെഡി. അപ്പോൾ ഇപ്പോൾ ആണ് ഒരു വലിയൊരു മണ്ടത്തരം പറ്റി, അത് പറയാൻ വേണ്ടി ഇടയ്ക്ക് ചാടി കയറി കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാനീ മാറ്റി വെച്ചപ്പോഴത്തേന് നമ്മുടെ ഡോറിൽ ഒരാൾ നോക്ക് ചെയ്തു. അപ്പോൾ നോക്ക് ചെയ്തപ്പോൾ ഞാൻ തുറക്കാൻ പോയപ്പോൾ തന്നെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നു. നമ്മൾ വിപ്പ് ചെയ്ത ക്രീമിൻ്റെ അത് ഞാൻ സ്ട്രോബെറി നമ്മൾ ഒറിയോ ചോക്ലേറ്റ് നമ്മൾ അതിന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, അതിൽ രണ്ടിലും മിക്സ് ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഈ ക്യാമറ ഓണല്ലായിരുന്നു. അപ്പോൾ അവസാനം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് അത് ഫ്രീസ് ചെയ്യേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ റീഷൂട്ട് ചെയ്യേണ്ടി വരും മൊത്തം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ട്രോബെറിക്കകത്ത് കുറച്ച് കളർ ആഡ് ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് എസൻസും സ്ട്രോബെറി എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് റെസിപ്പി ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഈ കപ്പിൻ്റെ നമ്മൾ ബൗളിലോട്ട് ആഡ് ചെയ്തപ്പോഴത്തേന് വാനിലയ്ക്ക് വേണ്ടി നമ്മൾ വാനില എസൻസ് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒറിയോ നമ്മൾ പൊടിച്ച് വെച്ചതിൻ്റെ അകത്ത് ആഡിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പം ഈക്വൽ എമൗണ്ടാണ് നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഫ്രീസറിലോട്ട് പോയിരിക്കുകയാണ് തണുക്കാൻ വേണ്ടി 6 മണിക്കൂറത്തേക്ക് കേട്ടോ. അപ്പം ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്ട്രോബെറിയുടെ ടോപ്പിംഗ് മാത്രമേ ഇടാനുള്ളൂ. അപ്പോൾ സ്ട്രോബെറി ടോപ്പിങ്ങും ഇട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഫ്രീസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് സമയം കുറവായിരുന്നു, അതുകൊണ്ട് ഒരുപാട് സമയം ഈ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അടിഭാഗം ഇച്ചിരി ലിക്വിഡാണ്. നന്നായിട്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഭാഗം ഒന്നും വരത്തില്ല കേട്ടോ. നന്നായിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വാനില ഐസ്ക്രീമിന് നമ്മൾ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒറിയോ ഉണ്ട് നല്ല സ്മൂത്തായിട്ട് അകത്ത് നല്ല ഫുള്ളായിട്ട് ഒറിയോ ചോക്കോ ചിപ്പ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫേവറേറ്റ്. നമുക്ക് ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ഐസ്ക്രീമുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്ട്രോബെറി ആണെങ്കിൽ തന്നെ ക്രിസ്റ്റലൈസ് ആകാതെ തന്നെ നമുക്ക് ആ സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീമാണ് നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞത്. കണ്ടോ, കുത്തിയെടുത്ത് കഴിഞ്ഞാൽ വായു വെക്കാൻ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.
അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയത്. അപ്പം 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കി. പക്ഷേ അതിനകത്തൊരു അബദ്ധം വരെ നിങ്ങളോട് ഞാൻ പറഞ്ഞു അവിടെ എന്നാ സംഭവിച്ചത്. അപ്പം ഐസ്ക്രീംസിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വേറെ ഒന്നുമല്ല, ഞാൻ 3 ടൈപ്പ് ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒന്ന് എഗ് ബേസ്ഡ്, ക്രീം ബേസ്ഡ്, ജെലാറ്റോ. അപ്പം ഇത് കൂടാതെ നമുക്ക് സോർബേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ വീഗൻസ് അല്ലെ വെജിറ്റേറിയൻസ് ഉള്ള സോർബേ എന്ന് സാധാരണ ബേസിക്കലി സോർബേ നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ സിപ്പപ്പില്ലേ, നമ്മൾ സിപ്പപ്പ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് സോർബേ. സെയിം പ്രൊസീജിയറുമാണ്, ഇച്ചിരി ക്രീമി ആയിരിക്കും മാത്രമേ ഉള്ളൂ. എന്നാൽ ഡെറി ഒന്നും ഉപയോഗിക്കത്തില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് എനിക്ക് അടുത്ത വീഡിയോസിന് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്രയിലാണ്. യാത്ര ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പമുള്ള വീഡിയോസ് നോക്കി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തിരിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം സീ യു നെക്സ്റ്റ് ടൈം. Like the snow? Oh, yeah.